മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. അദാനിക്കെതിരായ റിപ്പോർട്ടിന് പിന്നാലെ പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ട് അമേരിക്കൻ ഗവേഷണ ഏജൻസി ഹിൻഡൻബർഗ്. ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിയായ ബ്ലോക്ക് ഇങ്കിലെ തട്ടിപ്പുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അക്കൗണ്ടുകൾ പെരുപ്പിച്ച് കാണിച്ച് നിയമവിരുദ്ധമായി വരുമാനമുണ്ടാക്കിയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. വിവരങ്ങളുമായി ശരണ്യ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. ശരണ്യ, എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റു കൂടുതൽ കാര്യങ്ങൾ? കമലേഷ്, അദാനിക്ക് ശേഷമാണ് ബ്ലോക്കിംഗ് എന്ന ഡിജിറ്റൽ പേയ്മെന്റ് കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ ഹിൻഡൻബർഗ് ഒരു പുതിയ റിപ്പോർട്ടുമായി എത്തിയിരിക്കുന്നത്. ബ്ലോക്കിംഗിന്റെ മുൻ ജീവനക്കാർ, അതുപോലെ തന്നെ കമ്പനിയുമായി ബന്ധമുള്ള പങ്കാളികൾ, വ്യവസായ വിദഗ്ധർ എന്നിവരുമായി നടത്തിയ അഭിമുഖങ്ങൾ, അതുപോലെ തന്നെ വ്യവസായ രേഖകളുടെ അവലോകനം എന്നിവയുടെയെല്ലാം അടിസ്ഥാനത്തിലാണ് ഒരു പുതിയൊരു റിപ്പോർട്ടുമായി ഹിൻഡൻബർഗ് മുന്നിലെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ പ്രീ മാർക്കറ്റ് ട്രേഡിംഗിൽ ബ്ലോക്കിംഗിന്റെ ഓഹരികൾ 18% ഇടിഞ്ഞതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ജാക്ക് ഡോർസിയുടെ നേതൃത്വത്തിലുള്ള ഒരു പേയ്മെന്റ് കമ്പനി നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഹിൻഡൻബർഗ് റിസർച്ച് പുറത്തുവിട്ടതിനെ തുടർന്ന് ബ്ലോക്കിംഗിന്റെ ഓഹരികൾ ഇടിഞ്ഞത്. അതുപോലെ തന്നെ US പ്രീ മാർക്കറ്റ് ട്രേഡിംഗിൽ ന്യൂയോർക്കിൽ ബ്ലോക്കിംഗിന്റെ ഓഹരി 20% കുറഞ്ഞ് 58.35 മാറിയിട്ടുണ്ട്. 2 വർഷത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഹിൻഡൻബർഗ് അതിന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ബ്ലോക്കിംഗിന്റെ ചെയർമാനായിരുന്ന ഡോർസി ട്വിറ്ററിന്റെ സഹസ്ഥാപകൻ കൂടിയായിരുന്നു മുൻപ്. അതുപോലെ തന്നെ ഉപഭോക്താക്കളുടെ എണ്ണം പെരുപ്പിച്ച് കാണിച്ച ബ്ലോക്കിംഗ് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അക്കൗണ്ടുകൾ പെരുപ്പിച്ച് കാണിച്ച നിയമവിരുദ്ധമായി വരുമാനമുണ്ടാക്കിയെന്നാണ് ഹിൻഡൻബർഗിന്റെ കണ്ടെത്തൽ. കമലേഷ്, വ്യക്തമാണ്. ശരണ്യാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.